ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങളെ ധ്യാനിച്ചുകൊണ്ട് കാനാവിലെ കല്യാണ വീട്ടിൽ നിന്നും ആരംഭിച്ച യാത്ര, കാൽവരി മലയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഈ യാത്ര, അതിൻ്റെ അവസാനം നമ്മുടെ കർത്താവിൻ്റെ മഹത്തരമായ പുനരുത്ഥാനത്തെ ദർശിക്കുവാൻ വേണ്ടിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലയളവിൽ പ്രത്യേകമായിട്ട് നാം ഈ നോമ്പ് കാലയളവിനെ വേർതിരിക്കേണ്ടത് ദൈവകരുണയെ ധാരാളമായി പ്രാപിക്കുകയും നാം പ്രാപിക്കുന്ന കരുണയെ അനേകർക്കായിട്ട് പങ്കുവെക്കുകയും ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്വത്തോടു കൂടെ ഈ ഒരു കാലയളവിനെ ഉപയോഗിക്കണം എന്നാണ് ബലഹീന എനിക്ക് പങ്കുവെക്കുവാനുള്ളത്. കർത്താവായ യേശുക്രിസ്തു ഗിരിപ്രഭാഷണത്തിൽ 3 കാര്യങ്ങൾ പ്രധാനമായും നാം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, ദാനധർമ്മം ചെയ്യണം. ചില മാനദണ്ഡങ്ങൾ ചേർത്ത് വെച്ചാണ് കർത്താവ് ഈ കാര്യങ്ങളൊക്കെയും പറയുന്നത്. ഇതിൽ ദാനധർമ്മം എന്ന് പറയുന്നത് കരുണയുടെ വശമാണ്. പരിശുദ്ധ കന്യകമറിയാം അമ്മയുടെ ജീവിതം ഒന്നെടുത്ത് പരിശോധിച്ചാൽ, ദൂതൻ സദ്വാർത്ത അറിയിക്കുമ്പോൾ ആ സദ്വാർത്തയുടെ സാരാംശം നാം ഒന്ന് ചിന്തിച്ചാൽ, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അന്നത്തെ ജീവിത സാഹചര്യത്തിൽ യഹൂദ പ്രമാണമനുസരിച്ച്, മോശൈക നിയമമനുസരിച്ച്, കന്യകയായ യുവതി വിവാഹബന്ധമില്ലാതെ ഗർഭം ധരിക്കപ്പെട്ടാൽ അവളെ വേശ്യ എന്ന് മുദ്രകുത്തി കല്ലെറിഞ്ഞ് കൊല്ലണം. ഇതായിരുന്നു ശിക്ഷ. പ്രിയമുള്ളവരെ, ദൈവ കരുണ എന്ന് പറഞ്ഞാൽ അർഹിക്കുന്നത് നമുക്ക് ലഭിക്കാതെ ഇരിക്കുന്നതും, ദൈവകൃപ എന്ന് പറയുന്നത് അർഹിക്കാത്തത് നമുക്ക് ലഭിക്കുന്നതുമാകുന്നു. അങ്ങനെ നോക്കുമ്പോൾ മറിയം അർഹിച്ചിരുന്നത് ഒരു വലിയ ശിക്ഷയായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രം പരിശുദ്ധ അമ്മ രക്ഷയുടെ അനുഭവത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. ആ ദൈവകരുണയെ അമ്മയ്ക്ക് ദർശിക്കുവാൻ കഴിയുകയും അത് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, കാനാവിലെ കല്യാണ ഭവനത്തിൽ വല്ലാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ശുശ്രൂഷകർ വലിയ അപമാനഭാരത്തിലേക്ക് പോകുവാൻ ഇടയുണ്ടായിരുന്ന സാഹചര്യത്തിലായിരുന്നു ആ കുടുംബം. അവിടെയൊക്കെ തന്നെയും അമ്മയുടെ മനസ്സലിവ്, കരുണയാണ് നാം ദർശിക്കുന്നത്. താൻ പ്രാപിച്ച ദൈവകരുണയെ അനേകർക്കായിട്ട് പങ്കുവെക്കുകയാണ് പരിശുദ്ധ കന്യകമറിയാം അമ്മ. പ്രിയമുള്ളവർ, ഈ നോമ്പ് കാലയളവിൽ 40 കുമ്പിടുന്ന അവസരത്തിൽ, മധ്യാഹ്ന നമസ്കാരത്തോട് ചേർന്ന് 40 കുമ്പിടുന്ന അവസരത്തിൽ, കുറിയലായിസോൻ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ, കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഉത്തരമരുളി ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ, നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവിൻ്റെ കരുണ അത്രത്തോളം നമുക്ക് ആവശ്യമാണ്. നാം പ്രാപിക്കുന്ന കരുണയെ അനേകർക്കായിട്ട് പങ്കുവെക്കുവാൻ കൂടെ ഈ കാലയളവിനെ ഉപയോഗിക്കണം എന്നാണ് ബലഹീനായി എനിക്ക് പങ്കുവെക്കുവാനുള്ളത്. പ്രിയമുള്ളവരെൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ഈ പ്രത്യേകമായിട്ട് നോമ്പ് കാലയളവ് ദൈവകരുണയെ ധാരാളമായി പ്രാപിക്കുകയും അനേകർക്കായിട്ട് ആ കരുണയെ പങ്കുവെക്കുകയും ചെയ്യുക എന്നൊരു കാലയളവായിട്ട് മാറ്റുവാൻ നമുക്ക് എല്ലാവർക്കും ഇടയാകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് എല്ലാ കൃപകളും നിങ്ങൾക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു നിർത്തുന്നു. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.